നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചികിത്സകൾ വിഫലം. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് അവശനിലയിലായ കൊമ്പൻ ചരിഞ്ഞു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് തൃക്കൂർ കല്ലൂർ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ ധർണ. നന്ദിക്കരയിൽ ആളൊഴിഞ്ഞ പാടത്ത് തീപിടുത്തം. പള്ളിത്താഴത്തെ ചതുപ്പായ പ്രദേശത്തായിരുന്നു തീപിടിച്ചത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. വരാക്കര കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് അവശനിലയിലായ കൊമ്പൻ ചരിഞ്ഞു. മയക്കുവെടിവെച്ച് കോടനാട് എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് ബാധിച്ചതോടെ ജീവൻ രക്ഷിക്കാനായില്ല. വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിലും മുറിവിനുള്ളിൽ നിന്ന് പുഴുക്കളെ പുറത്തെടുത്തിരുന്നു. മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് കൂടി ബാധിച്ചതോടെ ശ്വാസമെടുക്കാനും ആന ബുദ്ധിമുട്ടിയിരുന്നു. ആനയുടെ തലയിലെ എല്ലുകൾ പോലും മുറിവിലൂടെ പുറത്തേക്ക് കാണുന്ന സ്ഥിതിയിലായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് അതിരപ്പള്ളിയിൽ നിന്നും കൊമ്പനെ മയക്കുവെടിവെച്ച് ചികിത്സയ്ക്ക് വേണ്ടി കോടനാട് എത്തിച്ചത്. അതിനു മുൻപ് കഴിഞ്ഞ മാസം 24-ന് ആനയ്ക്ക് ചികിത്സ നൽകിയതാണെങ്കിലും നില വഷളായതിനെ തുടർന്നാണ് കോടനാട്ടേക്ക് മാറ്റി ചികിത്സ നൽകാൻ വനംവകുപ്പ് തീരുമാനിച്ചതും കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ പിടികൂടിയതും. ആന രക്ഷപ്പെടുന്നതിൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 30% സാധ്യത മാത്രമായിരുന്നു. വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന സമയത്താണ് ആകസ്മികമായി ആന ചെരിഞ്ഞതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കൂർ കല്ലൂർ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പോൾസൺ തെക്കുംപീടിക, പ്രഭനൻ ചുണ്ടേലപ്പറമ്പിൽ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സുനിൽ മുളങ്ങാട്ടുകര, ഷെന്നി പനോക്കാരൻ, റിൻഡോ അവിട്ടത്തൂക്കാരൻ, ലിസി ജോൺസൺ, വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സഹകരണ സംഘം പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, പ്രവർത്തകർ എന്നിവർ പ്രതിഷേധ ധർണയോടനുബന്ധിച്ച് പാലക്കപ്പറമ്പിൽ നിന്നും കല്ലൂർ വില്ലേജ് വരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. നന്ദിക്കരയിൽ ആളൊഴിഞ്ഞ പാടത്ത് തീപിടുത്തം. പള്ളിത്താഴത്തെ ചതുപ്പായ പ്രദേശത്താണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. കാറ്റിൽ തീ ആളിപ്പടർന്നു. ഇതോടെ നാട്ടുകാർ സഹായത്തിനായി പുതുക്കാട് അഗ്നിരക്ഷാസേനയെ വിളിച്ചറിയിച്ചു. ചതുപ്പുപാടമായതിനാൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30-നും തീ അണയ്ക്കാനായില്ല. സമീപസ്ഥലത്ത് വീടുകൾ ഉണ്ടായിരുന്നെങ്കിലും അവിടേക്ക് തീ പടരാതെ സംരക്ഷിക്കാൻ അഗ്നിരക്ഷാസേനയ്ക്ക് സാധിച്ചു. 10 ഏക്കറോളം ഭാഗത്ത് തീ പടർന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ശനിയാഴ്ച കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വരാക്കര കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. രാവിലെ 9-ന് മണ്ണമ്പേട്ട ആമ്പല്ലൂർ സർവീസ് സഹകരണ സംഘം ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 11 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും.
അംഗത്വ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ NV അയ്യപ്പൻ, MC ഗോപി, ഉഷ ഉണ്ണി എന്നിവർ പങ്കെടുത്തു. അളവപ്പനർ പഞ്ചായത്തിലെ കരുവാപ്പടി കേന്ദ്രീകരിച്ച് 1982 തുടങ്ങിയ സ്ഥാപനമാണ് ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം. ഇത് ഒരു 2000 കാലഘട്ടം വരെ വളരെ സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. വളരെ സാങ്കേതികമായ കാരണങ്ങളാൽ അത് പിന്നീട് അടഞ്ഞുപോയി. ഇതിപ്പോ നമ്മളൊരു ജനകീയ സമിതിയുടെ ഇടപെടൽ മൂലം 2021 ഈ സഹകരണ സംഘം ഇതിന്റെ താൽക്കാലിക ഭരണസമിതി ഏറ്റെടുക്കുകയും പിന്നീട് 5 അംഗ ഭരണസമിതിക്ക് ഭരണം കൈമാറി ഇപ്പോൾ സെക്രട്ടറിയൊക്കെ നിയമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. മുടങ്ങിക്കിടന്ന ഒരു 22 വർഷത്തെ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ച് ഇപ്പൊ ഇതിന്റെ പ്രഥമ വാർഷിക പൊതുയോഗം നടക്കുകയാണ്. 2025 ഫെബ്രുവരി 23 മണ്ണമ്പേട്ട സർവീസ് സഹകരണ സംഘം ഹെഡ് ഓഫീസ് ഹാളില് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്ത് ഇതിന്റെ വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ആരംഭിക്കുകയാണ്. ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം നമ്മൾ ഈ കരുവാപ്പടിയിൽ തുടങ്ങി. അപ്പോൾ നമ്മളതിന് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒട്ടേറെ ലക്ഷ്യങ്ങളും ഇതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. വസ്ത്ര ഫാഷൻ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രാൺസ് ബോട്ടിക് പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം സെന്റ് ജോസ് ബിൽഡിംഗിലാണ് ട്രാൻസ് ബോട്ടിക് ആരംഭിച്ചിരിക്കുന്നത്. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായി. പുതുക്കാട് പഞ്ചായത്ത് വികസന സ്വകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മേഖലാ പ്രസിഡന്റ് NR ജോഷി എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. സൗമ്യ നിയോയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സ്ഥാപനം. സ്ത്രീകൾക്ക് ഇണങ്ങുന്ന മികവാർന്ന തരത്തിലുള്ള ലേഡീസ് ടോപ്പുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, വൈവിധ്യമാർന്ന റണ്ണിംഗ് മെറ്റീരിയലുകൾ എന്നിവയുടെ കമനീയ ശേഖരം. കൂടാതെ എല്ലാ തരത്തിലുമുള്ള സ്റ്റിച്ചിങ്, മെഷീൻ ആൻഡ് ഹാൻഡ് എംബ്രോയിഡറി, സാരി ഡ്രൈ ക്ലീനിംഗ് സേവനങ്ങളും നൽകുന്നു. മനം കവരും കളക്ഷൻസുമായി ട്രാൻസ് ബൊട്ടിക്, സാന്റ് ജോസ് ബിൽഡിംഗ്, സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം, പുതുക്കാട്. വിളിക്കേണ്ട നമ്പർ 9656247517 അല്ലെങ്കിൽ 8547397517. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വെച്ച് നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം ഹാൻഡ്ബോൾ മത്സരത്തിൽ ആതിഥേയരായ സഹൃദയ കോളേജ് ജേതാക്കളായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഡിപ്പാർട്ട്മെന്റ് 2ാം സ്ഥാനവും, സെന്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുട 3ാം സ്ഥാനവും, പ്രൊവിഡൻസ് കോളേജ് കോഴിക്കോട് 4ാം സ്ഥാനവും കരസ്ഥമാക്കി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ G വിപിൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, കായിക വകുപ്പ് മേധാവി പോൾ ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ഏങ്ങണ്ടിയൂർ പുളിക്കക്കടവിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. വെങ്കിടങ്ങ് കൈതമുക്ക് മമ്രസ ഇല്ലത്ത് വീട്ടിൽ 52 വയസ്സുള്ള അബ്ദുൾ സലാമിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രിയിൽ പുളിക്കക്കടവ് ജംഗ്ഷനിൽ നിന്നിരുന്ന അബ്ദുൾ സലാമിനെ സംശയം തോന്നി പരിശോധിച്ചതിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. അബ്ദുൾ സലാമിന് കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റത്തിന് പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും കഞ്ചാവ് ഉപയോഗിച്ച കുറ്റത്തിന് 1 കേസും ഉള്ളതാണെന്ന് പോലീസ് അറിയിച്ചു. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രിമാരായ അണിമംഗലത്ത് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയും അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയും ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ശ്രീഭൂത ബലി നടന്നു. മേജർ സെറ്റ് കഥകളിയും അരങ്ങേറി. കേരള കാശി എന്നറിയപ്പെടുന്ന മറ്റത്തൂർ ഒൻപതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹാഭിഷേകവും ഫെബ്രുവരി 26 ബുധനാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതമെടുത്തു വരുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസനാഥന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് അഭിഷേകവും അർച്ചനയും നടത്താം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് സമൂഹ അഭിഷേകം.
രാവിലെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവ നടക്കും. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയകിരീടം ചൂടിയ ജില്ലയിലെ കലാപ്രതിഭകളെ ആദരിക്കുന്നതിനും കലാമത്സരത്തിൽ അവതരിപ്പിച്ച കലാരൂപങ്ങൾ ജില്ലയിലെ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കുന്നതിനും മാർച്ച് 29-ന് സുവർണോത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് 5 കോടി ചിലവഴിച്ച് 3 നിലകളിലായി 3189 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ 2062 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടമാണ് ഒന്നാം ഘട്ടമായി നിർമ്മിക്കുക. മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിശിഷ്ടാതിഥിയായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ, പി ബാലചന്ദ്രൻ MLA, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ അൻസാർ, തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ റെജി ജോയ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിനെ പ്രതിനിധീകരിച്ച് JB നിഷ, HM ഫോറം കൺവീനർ സ്റ്റെയ്നി ചാക്കോ, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ ഡയറ്റ് പ്രിൻസിപ്പൽ ടി ശ്രീജ, DPCS SK പ്രതിനിധി NJ ബിനോയ്, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ വി സുഭാഷ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, വിവിധ ഉപജില്ലാ AEOമാർ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനം ചെയ്തിട്ട് ഇരിക്കുന്ന മുറിയൊക്കെ കാണുമ്പോൾ കൊതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുട്ടികൾ മധുരപലഹാരങ്ങൾ കണ്ടു നിൽക്കുന്ന ആളുകളെ പോലെ. കാരണം അത്ര ഗംഭീരമാണ് ഓരോ സ്കൂളുകളും ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ യഥാർത്ഥത്തിൽ അക്ഷരം പഠിക്കാൻ അനുവാദമില്ലാത്ത കേരളത്തെ അക്ഷരത്തിന്റെ പൊതുലോകത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ നേതൃത്വം നൽകിയത് കേരളത്തിലെ ആദ്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന തൃശൂർക്കാരൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നുവെങ്കിൽ നവകേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് അലകും പിടിയും മാറ്റിയ അക്കാദമിക ഭൗതിക മാസ്റ്റർ പ്ലാൻ എന്ന ആശയം കൊണ്ടുവന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്താൻ നേതൃത്വം നൽകിയതും തൃശൂർക്കാരനായ ഒരു അധ്യാപകനായിരുന്നു പ്രൊഫസർ C രവീന്ദ്രനാഥ്. ചെറുവാൾ ജനത ലോവർ പ്രൈമറി സ്കൂളിന്റെ വാർഷികം ഫെബ്രുവരി 28-ന് വൈകിട്ട് 6:30-ന് ചെറുവാൾ മൈതാനിയിൽ നടക്കുന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനാകും. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ലിൻഡ മാത്യൂസിനുള്ള യാത്രയയപ്പ് ചടങ്ങിൽ നടക്കും. കല്ലൂർ നായരങ്ങാടി മന്നം സ്മാരക വായനശാല കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം 4-ന് KK രാമചന്ദ്രൻ MLA നിർവഹിക്കും. വായനശാല പ്രസിഡന്റ് വർഗീസ് രായപ്പൻ അധ്യക്ഷനാകും. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയാകും. ഇനി കാണാം ഇൻഫോടോക്ക്. ജനപ്രിയ പേയ്മെന്റ് സംവിധാനമാണ് ഇന്ന് ഗൂഗിൾ പേ. ചില സേവനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കൺവീനിയൻസ് ഫീസ് നൽകണമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. മുൻപ് സൗജന്യമായി നൽകിയിരുന്ന പല സേവനങ്ങൾക്കും ഗൂഗിൾ പേ ഇപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കിയിട്ടുണ്ട് എന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് കാണാം. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴി പണമടച്ചാൽ വൈദ്യുതി, ഗ്യാസ് ഏജൻസി ബില്ലുകൾ പോലുള്ള യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുമ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാൽ ഉപഭോക്താക്കളിൽ നിന്നും ഇനി പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കിയേക്കും. ഇത്തരത്തിൽ ഫോൺ പേയും പേടിഎമ്മും സമാനമായ ഫീസ് ഈടാക്കുന്നുണ്ട്. ഈ ഫീസ് ഇടപാട് തുകയുടെ 0.5% മുതൽ 1% വരെയാകാം എന്നാണ് റിപ്പോർട്ട്. ഇത് റൂപേ കാർഡുകൾ വഴി പണമടച്ചാലും ബാധകമാണ്. എന്നാൽ ചില ബിൽ പേയ്മെന്റ് വിഭാഗങ്ങളിൽ കാർഡ് പേയ്മെന്റുകൾ അനുവദനീയമല്ലെന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന വ്യക്തി ഡെബിറ്റ് കാർഡ് വഴി ബിൽ പേയ്മെന്റ് നടത്തുമ്പോൾ മൊത്തം ബിൽ തുകയിൽ ഫീസും കൂടി ഉൾപ്പെടുത്തിയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ UPI വഴിയാണ് ബിൽ പേയ്മെന്റുകൾ നടത്തുന്നതെങ്കിൽ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കില്ല. നിരവധി മാനദണ്ഡങ്ങൾ ഈ തുക കണക്കാക്കുന്നതിനുണ്ട്. ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായി കാണിക്കും. ബിൽ പേയ്മെന്റ് ഇടപാട് വിശദാംശങ്ങളോടൊപ്പം ഈ തുകയും പ്രത്യേകം കാണിക്കും. ഗൂഗിൾ പേ ഉപയോക്താക്കൾ അറിയേണ്ടത് എന്തെല്ലാം? കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. നന്ദിപുലം വരന്തരപ്പള്ളി റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
വരന്തരപ്പള്ളിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തോട്ടുമുഖത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പടിഞ്ഞാട്ടുമുറി വഴി 4 കെട്ട് ഭാഗത്തുകൂടി വരന്തരപ്പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് പ്രതിമാസ ഓണറേറിയം വ്യവസ്ഥയിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വനിതാ വികസന പ്രവർത്തനങ്ങളും ജാഗ്രതാ സമിതി, GRCകൾ തുടങ്ങിയ വിവിധ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ മാർച്ച് 10-നകം സമർപ്പിക്കുക. ഫോൺ നമ്പർ 8075845372. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8025 രൂപ, പവന് 64,200 രൂപ. വേരുപാടം മഠം ചക്കിങ്ങാത്തൊടി ഇസ്മായിൽ മകൻ ഷബീർ അന്തരിച്ചു. 40 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. പുതുക്കാട് വടക്കേത്തുറവ് പനിയത്ത് മോഹൻദാസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്തിയാണ് ഭാര്യ. ഹരിത മകളും രാഹുൽ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചികിത്സകൾ വിഫലം. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് അവശനിലയിലായ കൊമ്പൻ ചരിഞ്ഞു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് തൃക്കൂർ കല്ലൂർ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ ധർണ. നന്ദിക്കരയിൽ ആളൊഴിഞ്ഞ പാടത്ത് തീപിടുത്തം. പള്ളിത്താഴത്തെ ചതുപ്പായ പ്രദേശത്തായിരുന്നു തീപിടിച്ചത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. വരാക്കര കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.